കിട്ടിയാടി അവന്റെ ഡീസിങ് ആയിട്ടാണോ അതോ അവന്റെ നെറ്റിൽ കട്ടായിട്ട് അങ്ങനെ വല്ലതും ആയതാണോ? ഫസ്റ്റ് തൊട്ട് കാണാൻ വെക്കാം. ഈ ഫസ്റ്റ് ടൈം പോകുമ്പോ എനിക്ക് ഇവിടെ അടി കിട്ടുവേ. നീനിപ്പോ റീഫ്രഷ് അടിച്ചില്ലെന്ന് പറയണ്ടത്. എനിക്ക് നല്ല അടി കിട്ടും ഇവിടെ. ഞാൻ പോയി ഇപ്പൊ റീഫ്രഷ് അടിച്ചൊക്കെ പിന്നെയും വരും. എന്റെ ആർമർ 0 ആയി അന്നേരം തന്നെ. ഹീൽ ചെയ്ത് ഇനി ഇവിടെ ഇറങ്ങി റീഫ്രഷ് അടിക്കും. റീഫ്രഷ് ആയി 100 ആർമർ 100 ലൈഫ്. അപ്പൊ പോണോ ഇക്കേ? എനിക്ക് മിസൈൽ ഇപ്പൊ വരും. എനിക്ക് മിസൈൽ വരും. നോക്കോ എന്തപ്പി ഇവൻ വണ്ടിയിൽ ബാക്കിൽ ഇരിപ്പുണ്ട്. അവനും ഇത് മറ്റേ രീതിയിലും വരൂടാ. മറ്റേ വണ്ടി അവിടെ അനങ്ങാണ്ടിരിക്കും. ആക്ച്വലി വാർ 13 vs 15 തോത്തുപോയി. അല്ലടാ 13 vs 15 അല്ല, ഞങ്ങളൊരു 3 പേരായില്ല. മന്ദാരോടെ പിക്ക് എടുത്തായിരുന്നു ആദ്യത്തെ പിക്ക്. ഞങ്ങളൊരു 3 പേര് താഴെ പിണഞ്ഞു മരിച്ച്. ഈ വട്ടം ഞാൻ നീലനോട് ഒറ്റ കാര്യം പറഞ്ഞ കേട്ടോ, പുഴുക്കാത്ത സ്ഥലത്ത് തന്നെ കുത്തിച്ച് തരണേന്ന്. എന്നിട്ട് കോളം പിടിച്ച് ഞാൻ തിരിച്ചു നോക്കിയപ്പോ എല്ലാരും നാല് വഴിക്ക് ഓടി. എനിക്കില്ല എന്നെ 5 പേര് ഷെയർ ഇട്ടടിച്ച്. നമ്മളടിക്കാൻ പോയവര് റൈറ്റിലോട്ടുള്ളവരെ അടിച്ച്, ലെഫ്റ്റിലുള്ളവരെ അടിച്ചില്ല. എടാ ഹലോ ഹലോ എടാ വാർ കഴിഞ്ഞ് വാർ ചാറ്റ് ഇടില്ലെന്ന് പറഞ്ഞു. സസ്പെൻഷൻ എന്നെ കൊന്നാരാന്നറിയോ? അന്നേരം കൺഫേം ആക്കി പറയാറാണ്. കൺഫേം ആയി. കൺഫേം ആയെന്നൊക്കെ എനിക്കും അത് കേക്കണം. ഞാൻ റെക്കോർഡ് ഓഫ് ചെയ്തിട്ട് പോവാണ് ഗൈസ്. കുറച്ചുപേര് താഴെ, കുറച്ചുപേര് ഇവിടെ. അവിടത്തും പോലെ അല്ല ഞാൻ അസീമിന്റെ POV ആണ്. ഞാൻ എന്ത് കൊണ്ടിരുന്ന ബാക്കിൽ ഇരുന്നടിക്കണേ പുണ്ടച്ചി മാൻ. അവന്റെ POV ചോദിക്കാം, അസീമിന്റെ POV ചോദിക്കാം. അവൻ എങ്ങനെ അകത്ത കയറി എന്നുള്ളത് POV ചോദിക്കണേ. POV ചോദിക്കണം. നമ്മള് പ്രെഡിക്ട് ചെയ്ത് മറ്റവൻ നമ്മൾ അടുത്ത് വരുമ്പോഴേക്കും ബാക്കിൽ സ്പോൺ ആയി വരും. ഞാൻ വിചാരിച്ചു ആരെന്നെ ബാക്കിൽ നിന്ന് അടിക്കണേന്ന്. ഞാൻ കാണിച്ചില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആർമിക്ക് കാണോ? സിറ്റുവേഷൻ കഴിഞ്ഞില്ലേ? വെളിയിൽ ഞാൻ കുത്തിയെടുത്ത പ്ലേ ഇവിടെ നിന്ന് കണ്ടോ? 207 ഇതാണ് ഈ റെഡ് മാസ്ക്. നിങ്ങൾ ഇങ്ങോട്ടാ പോയാലോ? ഭയങ്കര അങ്ങനല്ല വില്ലുവനെ ക്ലോസിലേ നമ്മുടെ പറയട്ടെ. ക്ലോസിൽ നമ്മളൊരു വണ്ടി കോള് പറഞ്ഞായിരുന്നു നീലൻ. മറ്റേ ക്ലോസിലെ വണ്ടി എടുക്കാം അവന്മാരെ. നിങ്ങൾ അല്ല, ഞാൻ അതുകൊണ്ട് അഡ്മിൻ POV കാണിക്കാം. അന്നേരം നിനക്ക് മനസ്സിലാവും. കാരണം 3 പേര് വെള്ളത്തിൽ പോയത് കൊണ്ടാണ് ഞാൻ അവിടെ കുത്താൻ പറഞ്ഞില്ല. കുത്തത്തില്ല, അവരെ വേറെ വഴിയില്ല രക്ഷിക്കാൻ. ഞാൻ ഉള്ളിലോട്ട് തന്നെ പോയി. ഈ വണ്ടി ഉണ്ടാ? ഈ വണ്ടി ഇവന്മാരാ. ഇവൻ നമ്മൾ എല്ലാം ലെഫ്റ്റ് കയറുമ്പോ ഈ വണ്ടി റൈറ്റിലേക്ക് പോകുന്നുണ്ട്. ഇവനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നേ. ശരിയായ വണ്ടി ഞാനൊരു ഡിങ്ക് വരും. എന്റെ എടുക്കുന്നുണ്ട്. ഇവനെ എടുക്കുന്നുണ്ട്. ഞാൻ കണ്ടില്ലേ അവനെടുത്ത് വീണ്ടും റൈറ്റ് കത്തിപ്പോണ കേട്ടോ. ഇത് കഴിഞ്ഞല്ലോ. അസീമിന്റെ സീവിന്റെ ലെഫ്റ്റിലുണ്ട്. അസീം കത്തിപ്പോയത് ഇവിടുന്ന് കത്തിപ്പോന്നെ.
അതാടി എന്റെ അമ്മോ അവൻ കോച്ച് അവനെ എടുക്കും. നൈസ് കോച്ച്. അല്ല അവനെ ഞാൻ എനിക്ക് കേട്ടാ അവിടെ 3 പേർക്ക് കൊടുത്തിടണേ അവനെ കാണിക്കും. എല്ലാവർക്കും ടിങ്ക് കൊടുത്തു. എല്ലാവർക്കും ടിങ്ക് കൊടുത്ത് വിടുക. സപ്പോർട്ട് മാക്സിമം സപ്പോർട്ട് കൊടുത്തിട്ട്. ഇനി മറ്റേ കുണ്ടനെ സ്പോട്ട് ചെയ്യാൻ അവന്റെ പിറകെ പോകും. അവനെ സ്പോട്ട് ചെയ്യുന്ന എങ്ങനെ കാണണോ? എനിക്ക് വേണേ ഇവന്മാര് നിന്നോണ്ട് കേട്ടോ. ഇപ്പൊ നോക്കിയോ, ഞാൻ അവൻ എങ്ങനെ സ്പോട്ട് ചെയ്യുന്ന കാണിച്ച ദൂരം വരുന്ന ഒരുത്തനെ കണ്ടിട്ട് ഇപ്പൊ നോക്കിയോ, ഞാൻ ഇതിന്റെ മണ്ടേ വലിയ ഞാൻ കയറും. അപ്പൊ ഒരു കഴിവേറി എവിടെ നിന്ന് വരും. ഇത്ര നേരമായിട്ട് എന്താ തരാ അവൻ വെള്ളമൊക്കെ നീന്തി വന്നായിരുന്നു പാവം. അവൻ വെള്ളം നീന്തി വന്നവൻ. സൈഡ് ആയിരുന്നു നിങ്ങളുടെ. അവിടെ ലാസ്റ്റ് നമ്മള് 6v4 എന്തോ ആയിരുന്നു. വരുന്നുണ്ടോ ഇത് മറ്റേ പബ്ജി പിസിയിലൊക്കെ പോലെ നോക്കി നിക്കണം അവരുടെ ക്ലാസ്സിലൊന്നും. അവൻ അവിടുന്ന് തന്നെ നല്ല അടി കിട്ടൂടാ അവൻ അവിടുന്ന് തന്നെ. ഇവനെ അണ്ണാ, ഇവൻ ഈ പോച്ചകത്തോട് കേറി എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചായിരുന്നു. നോക്കിയോ ഒന്ന് നോക്കിയോ. ഒരു പൂച്ചയെ പോലെ പമ്മി കയറിയതോ കിട്ടി അടി കിട്ടിയപ്പോ തിരിച്ചു കൊടു. എടാ അവന് നല്ല ടാഗ് കിട്ടൂടാ. അഡ്മിൻ ബിഹേവിയർ കണ്ടായിരുന്നു. നല്ല ടാഗ് കിട്ടും അവന്. നിങ്ങൾ അങ്ങോട്ട് പുഷ് ചെയ്യുന്ന കണ്ടപ്പോ പുഷ് ചെയ്യാൻ വേണ്ടി ബേറ്റ് ഇട്ടതാ. കയറും. അതാണ്, അത് ഉറപ്പായിരുന്നു. അത് വെയിറ്റ് ആണ്, അവൻ ബാക്കി വരും. അറിയാം ഒറ്റക്ക് പോയണ്ട വില്ലുവനെ. നീ ഞാൻ കൂടെ വരാൻ ഞാൻ പറഞ്ഞാണ് വില്ലുവനെ. ചന്തിക്ക് അടിച്ചിട്ട് എന്നെ ചന്തിക്ക് അടിച്ചത് വില്ലുവനെ ഇപ്പൊ ബ്ലോക്ക് എന്നിട്ട് ഇവൻ ഏബിനെ വില്ലുവനെ വഴിയൊക്കെ ഉണ്ടായിരുന്നാ അടിപൊളി. വേറെ ആർക്കാണ് ബിഹേവിയർ ഉള്ള? എനിക്കില്ല എനിക്കൊരു വിക്കുള്ള മന്ദാരത്തിന് 3 വിൽക്കുന്നുണ്ടല്ലേ? രണ്ട് ക്വസ്റ്റ്യൻ കോച്ചർ വീഡിയോ കോൾ ചെയ്ത് പറയണ്ടത്. ഇതുപോലെ ഇവന്മാരെ ഒരു 4 വട്ടം അടിക്കണം. ഇനി മനസ്സിലായ? ഇനി ഒരു 4 വട്ടം ഇതുപോലെ ഈ ഫയറിൽ കളിച്ച് ഇതുപോലെ അടിക്കണം. കടക്കങ്ങ് തീരും. ഇനി 5 സ്റ്റാർ ഒന്നും 5 ഒന്നും കിക്കാറ്റൊന്നും പറഞ്ഞു വരരുത്. അടുത്ത സിറ്റുവേഷൻ ഞാൻ എടുത്തോളാം. നാളെ 8 ആക്കോട്ടെ നാളെ 8-2 നാളെ നമ്മൾ ജയിക്കുമ്പോ കൗണ്ട് കൂടും കേട്ടോ അവരുടെ. 8 കൂട്ടും. കാണാ ഫ്രണ്ട്സ്. അടി അടിക്കും നോക്ക്. അതല്ല ഇത് നോക്ക് ഇവരെ തള്ളി രണ്ടുപേരെയും കിടത്ത് രണ്ടുപേരും കിട്ടിയല്ല. ഞാൻ നീ വീണെന്ന് പറഞ്ഞാ ഞാൻ ഇവിടെ കുത്തിയത് മനസ്സിലായി. അതായത് നിങ്ങൾ വെള്ളത്തിൽ വീണില്ലേ, അപ്പൊ 4 പേര് കാണുമെന്ന എന്റെ രൂപം. അപ്പൊ ആ 4 പേരും തിരിച്ച് വണ്ടി കയറ്റി സമയമാകുമ്പോഴത്തേനും നമ്മളെ അടിക്കും. മനസ്സിലായി? അതുകൊണ്ടാണ് അവിടെ കുത്തി ആ റിഡ്ജ് ഫുള്ള് നമ്മുടെ ഏരിയ ആക്കിയ അവർ ആ വീട്ടിന്റെ ഇടയിൽ ബോക്സ് ഉണ്ടാവും. മനസ്സിലായി? അതായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ എന്താ പറ്റുന്ന വെച്ചാൽ 2 വഴി പോയി നിങ്ങൾ. ഫുൾ റിഡ്ജ് കിട്ടിയ. ഞാനിപ്പോ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത്. എടാ ഇവരെ പയ്യെ കളിച്ചാൽ മതി, ഈസിയായിട്ട് അടിക്കാം. അതെ ഇവരെ എക്സോസ്റ്റർ ആക്കിയ പയ്യെ കളിച്ചാൽ മതി. പിന്നെ ഇവർക്കൊക്കെ വലിയ സാധനങ്ങളാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഇവർക്ക് വലിയ സാധനം ഉള്ളതെന്ന് മറ്റേ മനസ്സിലായ? അതായത് സ്പെക്ക് ഭയങ്കര കൂടുതലായോണ്ട് അല്ല ഈ പറയുന്നതിന്റെ ഗെയിം പ്ലേ കണ്ടിട്ട് ഒരുത്തൻ ഒരു മുറുക്കാൻ പോലും മേടിച്ചു കൊടുത്തിട്ടില്ല. മോനെ നിന്റെ കളി കൊള്ളാം എന്ന് പറഞ്ഞിട്ട് മുറുക്കാൻ പോലും മേടിച്ചു കൊടുത്തിട്ടില്ല. അതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് അവനെ. കോച്ചിന്റെ ഇവന്റെ വേണ്ട ഇവന്റെ പിക്കല്ലേ ഇങ്ങനത്തെ പിക്കുകളാണ്. അടി അടിച്ചു കറക്കി അടി കളിയാ കറക്കി അടി. കോച്ചിന്
എന്റെ നാളെ വീട്ടില് വരെ. കോച്ച് ചാവുന്ന വീഡിയോ ആണോ അല്ലേ? അല്ല കൊച്ചട അൺമീറ്റ് ഒക്കെ എടുക്കും. അവൻ ലൈവ് ഇട്ടാടാ കളിക്കണേ. ഇവിടെ കണ്ട് ഇറങ്ങി. ഓക്കെ 377 കോടി ഒരു മിനിറ്റ്. പണി ഇങ്ങർക്ക്. നമ്മുടെ എല്ലാവരും കൂടെ എത്ര പേരാ അടിക്കുന്നത്? അടിക്കുന്നത് മന്ത്രത്തിന് ഇട്ടിട്ടാ. ഓക്കെ അത് അടുത്തത് കോച്ചിന് മോമെന്റ് ആയിരുന്നേ കോച്ചിന് അടിയിട്ട് ബാക്കിന്ന്. இப்ப எல்லாரும் இப்படி அடிக்கிறாங்க தள்ளி எடுக்கணும் நான் ரைட்ல தான் தள்ளி எடுக்க சொல்றேன்னு நினைச்சேன் മനസ്സിലായി കൺഫ്യൂഷൻ ആയി അവിടെ ഇപ്പൊ എല്ലാരും ഇവിടെ പോയി നിങ്ങളിപ്പോ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഇടത്തെ സൈഡിൽ ഒരാളെ പട്ടിയെ തല്ലുന്ന എന്താ സംഭവം അറിയോ ഞാൻ നോക്കിപ്പോഴത്തേനെ കണ്ടിവിടെ നമ്മുടെ കൂട്ടത്തിലുള്ള ഞാൻ വിചാരിച്ചു അവന്റെ ഇടയ്ക്കിലോട്ട് തല്ലി എടുക്കാൻ അങ്ങനെ അപ്പൊ തിരിച്ചു വാൻ சொல்றேன் ഓക്കെ നമുക്ക് അത്ര അഡ്വാൻറ്റേജ് ഒന്ന് ബാക്കിലോട്ട് നോക്കിയാൽ മനസ്സിലാവും ഒരാൾ അവിടെ 5 പേരുടെ ഷെയർ ഇട്ടടിക്കുന്നുണ്ട് അങ്ങനെയാണത്. இல்ல அது உண்ட பிஏவை கண்டு அப்பவே മനസ്സിലായി ஓகே அடுத்து திருச்சி வான்னு சொல்றேன் திருச்சி வந்தேன் ஆனா யாரும் இல்ல ஆடா பாவிகளை எல்லாம் விட்டுட்டு போயிட்டீங்களேடா திருச்சி கிராஸ் பண்ணி போனேன் ஓகே கிராஸ் பண்ணி ரைட் எடுக்காம അവിടെ വണ്ടി இருக்குன்னு சொல்லி போனேன் ஓகே பார்த்தா ചന്തിക്ക് അടിച്ച് 1 HP ആക്കിരുവാ 75 HP ஓகே ரிஃப்ரெஷ் அடிச்சு ஹீல் செய்துட்டு வரேன்டா சரி ஓகே இவனுக்கு போய் கொண்டுறலாம் அவன் ஒருத்தன் தானே இருக்கா இப்போ போய் கன்ஃபியூஸ் ஆகும்னு சொல்லிட்டு போயிட்டு ഇവിടെ வரேன் இவன்ட HP எത്ര இருக்கும் നോക്ക് ഓക്കെ ഞാൻ ഇവനക്ക് റെഡി ആയിട്ടാ ഓക്കേവാ ഇതല്ല സീമൻ ആണ് ഇതാണ് സീമൻ ആ ഓടിപ്പോയിട്ട് കത്തി ഓടി പോയിട്ട് എനിക്കും ഉണ്ടോ എനിക്ക് ഇതുണ്ട് ഈ രണ്ടും ഈ ടൈമിൽ ഓർത്ത മേലെന്തിന് അടിക്കണം അത് ടോർച്ച് കട്ട് നിന്നെ അടിക്കുന്നു നോക്കണേ അവിടെ നിന്ന് കറങ്ങി ഹെഡ് കൊടുത്താ റിഫ്രഷ് അടിച്ചിട്ട് കറങ്ങുന്നുണ്ടോ അത് അവ തുട വരെയാ അതാ വേണ്ട കുറച്ച് മണിക്കൂറും കൂടെ അതിനകത്ത് ഇരിക്കായിരുന്നു ഭൂഷണത്ത്. ഞാനിത് ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുന്നതൊക്കെ. ടീമോട് അടിച്ചേരും കോച്ച് കുറച്ചേരും அவ்வளவுதான் வேற எதுவும் பண்ண முடியல ഇവിടെ இது 2 இடத்துல 2 இது ஒண்ணு அதுக்கு அடுத்து ഇത് ഫ്രീക്കില്ല കോച്ച്. ലെറ്റ്സ് ഗോ ബോയ്സ് ലെറ്റ്സ് ഗോ 3 പേര് അടിക്കறாங்க നടുவுல ഫ്രീക്കില്ലടാ പോച്ചക്കത്തങ്ങ് ഇരുന്നാ മതിയായിരുന്നു ഇറങ്ങണ്ടായിരുന്നു. കോച്ചറിയും കളിച്ചേ മനസ്സിലായോ? എടാ പറയണെന്ന് വെച്ചാ ഇതല്ല നമ്മുടെ പൊട്ടൻഷ്യൽ. നമുക്ക് മിസ്കമ്മ്യൂണിക്കേഷൻ പറ്റി നല്ലപോലെ. ബട്ട് സ്റ്റിൽ ലാസ്റ്റ് വന്ന സിറ്റുവേഷൻ നന്നായിട്ട് മാനേജ് ചെയ്തു. ഉണ്ടായിരുന്ന ആൾക്കാർ കിടിലായിട്ട് കളിച്ച് അടിപൊളിയായിട്ട് കളിച്ച്. പക്ഷെ ഇതല്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇങ്ങനത്തെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ പറ്റത്തില്ല. ഇവർ അത്യാവശ്യം സിറ്റിയിൽ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ കളിച്ചിട്ടുള്ളതിൽ നല്ല ടീമാണ്. ഇവർക്കൊന്നും എതിരെ നമുക്ക് ഇങ്ങനെ ഇതായിട്ട് കളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്തോട്ട് നമുക്ക് ഫിക്സ് ചെയ്യണം. ആ ഒരു കോളില് ഇതാകണം. കാരണം പ്രീവാറും ഇനിഷ്യൽ സിറ്റുവേഷനൊക്കെ നമ്മൾ കിടിലായിട്ട് കളിച്ചത് പറയാതിരിക്കാൻ വയ്യ. കിടിലായിട്ട് കളിച്ചത്. അപ്പൊ ഈ കോള് ഇതാകാതെ നോക്കണം. കാരണം നീലൻ അത്രയും ഹാർഡായിട്ട് കോള് വിളിക്കുന്നുണ്ട്. അപ്പൊ അത് ലിസൺ ചെയ്യാന്നുള്ളൊരു സാധനം മാത്രമേ നമുക്കുള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് ചത്താലും ചത്തില്ലേലും അത് കമ്മിറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ലാസ്റ്റ് ഇത്. അഥവാ നീലം ഡൗൺ ആയാൽ അത് ടേക്ക് ഓവർ വേറെ ആളുണ്ട്. അതാ പറഞ്ഞ മോബി വിളിക്കും, ഓരോരുത്തരും സൈപ്പ് വിളിക്കും, ഓരോരുത്തരും ഉണ്ട് അതിന്. എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഇൻഡിവിജ്വലി കോൾ വിളിക്കാനുള്ള കേപ്പബിലിറ്റിയും കഴിവൊക്കെ ഉള്ളവന്മാരൊക്കെ തന്നെയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇലവായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ഇനി വേറെ ഒന്നുമില്ല. നീലന്റെ കോളാണ്. നീലനാണ് ഇപ്പൊ നമ്മളെ ലീഡ് ചെയ്യണേ. നീലന്റെ കോളാണ് അൾട്ടിമേറ്റ്. അത് മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. അത് കമ്മിറ്റ് ചെയ്താൽ മതി. ഞാൻ കാരണം ഇത് നിങ്ങളടുത്ത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നോക്ക് എന്ന് വെച്ചാൽ ഈ ഒരു